എല്ലാവർക്കും ഷീവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഊട്ടിയിൽ വന്നതാണ്. ഊട്ടിയിൽ നിന്ന് കൊത്തഗിരി വന്നു. അവിടുന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള ഒരു സ്ഥലമാണിത്. ഊട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ടൊക്കെ വന്നു. 30 കിലോമീറ്റേഴ്സിന് ഒരു 20 കിലോമീറ്റർ വരെയൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹെയർ പിൻ കർവ് താഴോട്ട് ഇറങ്ങി എത്ര എലിവേഷൻ നമ്മൾ ഊട്ടിയിൽ മുകളിൽ പോയോ അത്രയും നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10 കിലോമീറ്റർ കുറച്ച് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. കക്കോട് റിസോർട്ടിലാണ് ഉള്ളത്. ഇതൊരു മോർ ഓഫ് എൻ എസ്റ്റേറ്റ് സ്റ്റേ പോലെയൊക്കെ ഉള്ളൊരു സ്ഥലം. ഒരു 80 ഏക്കർ പ്രോപ്പർട്ടിയാണ്. പ്യുവർ ജംഗിളാണ്. പിന്നെ വഴി അറിയില്ല, ആദ്യമായിട്ട് വരുന്നത്. ഇങ്ങോട്ടാണോ ഇങ്ങോട്ടല്ലേ അത് അങ്ങനെ നെയിം ബോർഡും കാര്യമൊന്നും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ്വർക്കും പോയി. അപ്പോൾ പിന്നെ റൂട്ടും മനസ്സിലാവില്ല. പക്ഷെ അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്നത്. പക്ഷെ അത് റിയൽ അഡ്വഞ്ചറസ് ആയി. എനിക്ക് മാത്രമല്ല എൻ്റെ വണ്ടിക്കും. അങ്ങനെ പിന്നെ ഇവിടെ എത്തിച്ചേർന്നാൽ നെറ്റ്വർക്കും കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇതിലാണ് ഇനി നെക്സ്റ്റ് ഒരു ദിവസം ജീവിക്കാനുള്ളത്. കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ നോക്കിയ എൻ്റെ ഡിവൈസ് BSNLൻ്റെ ഒക്കെയാണ് നെറ്റ്വർക്ക് ഇവിടെ വർക്ക് ചെയ്യുക. അതിൻ്റെ വരുന്ന വഴിയിൽ ഒരു ടവർ ഇപ്പം സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ടവർ വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സിക്കേഷനൊക്കെ പറ്റിയ ഒരു സ്ഥലം. എനിക്കൊന്ന് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിൻ്റെ ഗാങ്ങോ കോർപ്പറേറ്റിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ളവർക്ക് വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വേറെ ഇവിടെ വന്ന് റിമോട്ട്ലി പണിയെടുക്കാനും കാര്യമൊന്നും നടക്കില്ല. ജസ്റ്റ് താമസിച്ച് ക്യാമ്പ് ഫയറൊക്കെ വെച്ച് നേച്ചറിനെയൊക്കെ ഒന്ന് അറിഞ്ഞ് കുറച്ച് ട്രെക്കിങ്ങൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഒരു സ്റ്റേ ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉള്ളിലാണ്. ബാക്കി സ്റ്റേ ഒരു എനിക്കൊന്നൊരു 10-12 പേർക്കൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഒരു 6 മണി വരെയൊക്കെ പുറത്തിറങ്ങിയാൽ മതി. അത് കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു എന്നാണ് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കാരണം എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളൊക്കെ കാണാൻ ഉള്ളൊരു ചാൻസ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. വരുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആന എന്തായാലും ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവർക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. TV ഇല്ല, നെറ്റ്വർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതില്ലാത്തത് കൊണ്ട് തന്നെ കമ്പൽസറിലി നെക്സ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളെ സേവ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. ഞങ്ങൾ കയറി വരുമ്പം തന്നെ ഓടി വന്ന് ചുറ്റും നിന്ന് ആദ്യം ഒന്ന് പേടിച്ചു. ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെ കൂട്ടിലിട്ടിരിക്കുകയാണ്. നിറച്ചും ചക്കയും മാവും പ്ലാവും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം. ഇതാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം. നല്ലൊരു ആർട്ട് വർക്കൊക്കെ അതിൻ്റെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ നോർമലി ഉള്ളത് പാക്കേജസ് ആയിട്ടാണ്. ലൈക്ക് ഇൻക്ലൂഡിങ് ഫുഡ്, 3 നേരത്തെ ഫുഡും താമസവും പെർ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ നിന്നും ഭക്ഷണം അങ്ങനെയൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. കയറി വരുന്നൊരു റോഡ് ഇങ്ങനെയാണ്. ഈ റോഡ് വലിയ കുഴപ്പമില്ല. എന്നാൽ പോലും ഇവരുടെ പ്രോപ്പർട്ടീൻ്റെ പുറത്തുള്ള റോഡൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പണി നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ വമ്പൻ സ്ഥലമാണ്. നല്ല കാടാണ്. ഇവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്. അവരാണ് ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് തരുന്നത്. കോഫി പ്ലാന്റേഷനും പിന്നെ കുറേ ദൂരം വരെ നല്ല വലിയ ടീ എസ്റ്റേറ്റും അതൊക്കെയാണ് നമ്മൾ വരുന്ന വഴിയിലൂടെ കണ്ടത്. ഇങ്ങനെ ബോൾ കണ്ടുപിടിച്ചു. ഭാഗ്യമുണ്ട് ബോളിന് ഭാഗ്യമുണ്ട്. ഇതൊക്കെ കോഫി സീഡ്സ് ആണ്. പക്ഷേ ഇങ്ങനെ പ്ലാന്റേഷൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്ലാന്റേഷനൊന്നും അല്ല. ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഇതാ ഫുൾ തലയിൽ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിരനിരയായിട്ടല്ലേ ഉണ്ടാവുക. ഇതിപ്പോൾ അടിയെല്ലാം പോലെ. അതിന് ഞാൻ പിടിച്ചിട്ടുണ്ട്. പച്ച ഇതാണ് ഗേറ്റ്. ഈ ഗേറ്റ് കടന്നാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. കൊക്കോട് റിസോർട്ട് എന്നുള്ളതിൻ്റെ പേരൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ഇതാക്കാനുണ്ട്. ഈ റോഡ് നല്ല റോഡാണ്. അങ്ങോളം ഈ റോഡുണ്ട്, ഇവിടുന്ന് അങ്ങോളം ഉണ്ട്. പക്ഷെ ഇവിടെ എത്തിച്ചേരുന്നതിന് മുന്നേ ഉള്ള റോഡായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഇതിനകത്ത് ആനയും വന്യമൃഗങ്ങളെല്ലാം കയറുന്നതിന് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരു റിസോർട്ട് ഇപ്പം പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ മോളിൽ കയറുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന വ്യൂ ആണിത്. വാവ്, അങ്ങ് ദൂരെയാണ്. ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നപ്പോൾ ഇങ്ങോട്ടേക്കുള്ള റോഡൊക്കെ നല്ലത് തന്നെയാണ്. വലിയ കുഴപ്പമില്ല.
റോഡ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ വാലി വ്യൂ പോയിന്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ നടന്ന് കണ്ടത് ഇതാണിപ്പോ കാണുന്നത്. കുറേ പക്ഷികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. വ്യൂ നല്ല രസമുണ്ട്. എന്താണ് കാണുന്നതെന്ന് അറിയില്ല, ചോദിച്ചിട്ട് അറിയാം. പക്ഷെ നല്ല ഡിസ്റ്റൻ്റ് ആയിട്ട് വലിയൊരു ലേക്കും അതിലൊരു ഐലൻഡ് പോലത്തെ സ്ഥലവും അതൊക്കെ കാണുന്നുണ്ട്. കൊള്ളാലോ. ഇതാണോ ഊട്ടി അവലാഞ്ച്? കാടാണ്, കാട് നിറച്ചും. ആഹാ, വ്യൂ പൊളിയാന്നല്ല. അതെയാ, இங்கே மாட்டில் மேலே வேற இருக்குது. பொம்மான எஸ்டேட்லேயே இருக்குது. அங்கே ஒரு 10 உருப்படிக்கு மேலே இருக்குது. ஓ ஆமாம், அது சரி. நீங்கள் காலையில் அந்த வண்டியில் வர நான் நிற்கிறா, அதிலே மைன் அதுக்கு மேலே ஃபுல்லாக இருக்குங்க. 10 உருப்படி இருக்குது. രാത്രി ആകുമ്പോൾ താഴോട്ട് വരുവാ? ஆமாங்க, ரோட்லலாம் ஒன்றும் வராது. அங்கே இப்போ 6 மணிக்கு மேலே சுற்ற ஆரம்பிக்கும். പിളക്കായി ഒന്നും പുറത്തേക്ക്. ഈ പൊട്ടിയിലെ കൂടെ പുറത്തേക്കും വരാനും പറ്റുമല്ലേ? ഫെൻസിങ് എല്ലാം കുറേ സ്ഥലത്തൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നടക്കുന്ന കണ്ടിട്ട് വേഗം വീട്ടിൽ കയറി പോയിക്കോന്ന് പറയാ അവർ. അതിൻ്റെ മുകളിലുള്ള എസ്റ്റേറ്റിലൊക്കെ കുറേ എണ്ണം ഉണ്ട് ആന. നമ്മളിങ്ങനെ ലക്കും ലഗാനും ഇല്ലാണ്ട് നടക്കുന്ന കണ്ടിട്ട് അവർ പറഞ്ഞു വേഗം വീട്ടിൽ കയറി പോയിക്കോ. ഫെൻസിങ്ങിൻ്റെ അതെല്ലാം കുറേയെല്ലാം പൊട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അതൊക്കെ ഇതായി കഴിഞ്ഞാൽ ആന തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് രാത്രിയാകുമ്പോൾ. അയ്യോ ഓടിക്കോ. അതുകൊണ്ടാണ് എന്നാൽ ഫുൾ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാം. ഇവിടെ കിച്ചൺ ഇവിടെയാണ്. കേട്ടേക്കറും കിച്ചൺ ഇവിടെയാണ് താമസം. പോയി കുറച്ച് വെള്ളം വാങ്ങിച്ചിട്ട് വരാം. രസമുണ്ട് കാണാൻ. അടുത്തോ വരികയായിരിക്കുന്നു. നമുക്ക് കറി ചായ ഉണ്ടാക്കും. ഇയാൾ എന്താ ഉണ്ടാക്കി കിച്ചണി? എൻ്റെ അതൊന്നുമില്ല. പച്ച രസം, ഇഷ്ടംപോലെ രസമില്ലാത്ത രസമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു രസം. പക്കോട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ ഞങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പോവാ. ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടില്ലേ? അമ്മാമേ പരിപ്പട അല്ല ഉള്ളിവട. ഉള്ളിവട. We have chapatis. Oh, egg curry. Oh my god, chicken curry. ഭവാനി സാഗർ ഡാം. ഇന്നലെ നമ്മൾ കണ്ട സ്ഥലമാണിത്. ഭവാനി സാഗർ ഡാമാണ്. നമ്മൾ വേറെ എന്തൊക്കെയോ പേരിട്ടു. ഊട്ടി അവലാഞ്ച്. നമ്മൾ തലേന്ന് രാത്രി കിടന്നുറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ എഴുന്നേറ്റിട്ടാണ് ഓഫ് റോഡിന് പോകുന്നത്. ആ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്ന 2 ആൾക്കാരുടെ ഒരു സ്വീറ്റ്നെസ് തന്നെയാണ്. ഒന്ന് കുക്ക് ഒക്കെ ചെയ്യുന്ന ആളും അവിടുത്തെ എസ്റ്റേറ്റ് മാനേജർ കെന്നിയും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ മുകളിലോട്ട് പോയാൽ എത്തുന്നത് കൊക്കോട് വില്ലേജ് ആണ്. അത് തന്നെയാണ് ആ റിസോർട്ടിന്റെ പേരും. അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ. അതൊക്കെ ഇപ്പൊ ഗവൺമെന്റ് പുതിയ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. നമ്മൾ പോകുമ്പോൾ ആന മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതിന് മുന്നേ പോയി നോക്കുമായിരുന്നു. അവിടെയുള്ള എല്ലാവരും ഒന്ന് മുന്നേ നോക്കി ഞങ്ങളോട് മുന്നോട്ട് പോകണ്ട, അവിടെ ആനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയറിങ് ആയിരുന്നു അവര്. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കെന്നിയാണെങ്കിലും നല്ല പരിചയത്തോടെ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് നല്ല പ്ലസന്റ് ആയിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ആനേനൊന്നും കണ്ടില്ല. പിന്നെ അവിടെ ഇറങ്ങി അധികം അഡ്വഞ്ചർ ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് സത്യമംഗലം കാടിന് അങ്ങോട്ട് പോകുന്ന ഒരു റോഡും കൂടി ഉണ്ട്. പക്ഷെ ആ റോഡ് അങ്ങോട്ട് പോയി അവിടെ തീർന്നു. അതിന്റെ അപ്പുറത്തോട്ട് റോഡ് ഡെവലപ്പ് ആയിട്ടില്ല. നമ്മൾ വരുമ്പം തന്നെ കാണുന്ന ഒരു സ്പോട്ടാണിത്. അപ്പൊ കൊക്കോട് എസ്റ്റേറ്റിന്റെ ഒരു പോയിന്റ് നമുക്ക് അവിടുന്ന് കാണാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇത് ആ പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ള ഒരു തടാകം പോലത്തെ ഒരു സ്ഥലമാണ്. ആക്ച്വലി ചെറിയൊരു കുഴിയായിരുന്നു, അത് പിന്നെ വലിയ പോണ്ടായി. ഇപ്പൊ ഇവിടെ ആനയൊക്കെ എപ്പോഴും വെള്ളം കുടിക്കാനൊക്കെ വരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞങ്ങൾ പിന്നെ തിരിച്ചു വന്ന് അപ്പം തന്നെ റെഡിയായി തിരിച്ച് ഊട്ടിയിലേക്ക്.
The wind hums soft